എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 4-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ മുഴുവൻ ആഭ്യന്തര ഉൽപാദനം 8.2%. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തമായ അപ്പോളോ ബേസിനിൽ ഇറങ്ങിയ ചാങ് E6 പേടകം ഏത് രാജ്യത്തിൻ്റെതാണ്? ചൈന. ചാങ് E6 ഏത് രാജ്യത്തിന്റെ പേടകമാണ്? ചൈനയുടെ പേടകമാണെന്ന് ഓർത്തിരിക്കുക. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സ് യോഗ്യതാ ടൂർണമെന്റിൽ യോഗ്യത ഉറപ്പാക്കിയ അമിത് പങ്കൽ, ജാസ്മിൻ ലംബോറിയ എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. ഇതും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, വിട്ടുപോകരുത്, ഓർത്തു വച്ചേക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാഭമാക്കുന്ന പദ്ധതിയുടെ പേര്? ദേവാങ്കണം ചാരുഹരിതം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം, പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവായത്? അടൂർ ഗോപാലകൃഷ്ണൻ. ആറാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ചതിനു ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി? ജീവാനന്ദം. ഏഴാമത്തെ ചോദ്യം, 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ കായിക താരം? PV സിന്ധു. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. ഇന്ന് ചോദിച്ച 7 ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ 7 ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോവാം. പഴയ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുത്ത് കാണാം. നോട്ട്സ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ റൂട്ടഡ് ആപ്പും ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.